ബബ്ബബ്ബ അങ്ങനെ നമ്മുടെ ദിലീപയുടെ നായകനായ പുതിയ പടം. ഈ പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ക്രിഞ്ച് ഫെസ്റ്റിവൽ. അതായത് ഈ പടത്തിൽ എന്താ ഡയറക്ടർ എന്താ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അത് സാധാരണ നമ്മളൊരു പടം കാണുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഹാഫ് ചില സമയത്ത് ചില പടത്തിൽ കാണുന്നത് നമുക്ക് മനസ്സിലാവത്തില്ല. അതായത് ഈ ഫോർ എക്സാമ്പിൾ വരത്തൻ പോലത്തെ ഒരു പടം നമ്മൾ ഫസ്റ്റ് ഹാഫ് കാണുമ്പോഴത്തേക്കും നമുക്ക് ഒരു വലിയ ഫീൽ തോന്നത്തില്ല. സെക്കൻഡ് ഹാഫാണ് ആ പടത്തിൽ വലുതായിട്ട് നമുക്ക് ഫീൽ കിട്ടുന്നത്. ഈ പടത്തിൽ ഫസ്റ്റ് ഹാഫ് നമുക്ക് കാണുമ്പോൾ നമുക്ക് സ്റ്റോറി ഒന്നും മനസ്സിലാകത്തില്ല. സെക്കൻഡ് ഹാഫ് നമ്മൾ ഈ ആൾ എന്തിന് ഇതൊക്കെ ചെയ്യുന്നത് നോക്കുമ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫ് ഈ കോപ്പാണോ ഇത് എന്ത് കോപ്പാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് തോന്നിപ്പോവും. അമ്മാതിരി രീതിയിലാണ് പടം എടുത്തു വെച്ചിരിക്കുന്നത്. അതായത് ഇന്നത്തെ കയ്യടി കിട്ടുന്ന സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ ദിലീപിൻ്റെ കുറച്ച് ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്. പക്ഷേ എല്ലാവരും കാത്തിരുന്ന ജനപ്രിയ നായകൻ്റെ ഒരു ഇൻട്രഡക്ഷൻ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും കയ്യടിക്കുന്നുണ്ട്. അത് നല്ല റെസ്പോൺസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രഡക്ഷൻ ഒരു കയ്യടിയുണ്ട്. പിന്നെ മെയിനായിട്ട് വരുന്നത് നമ്മുടെ വിജയുടെ കുറേ റെഫറൻസ് വരുന്നുണ്ട്. അതിന് അത്യാവശ്യം നല്ല റെസ്പോൺസ് കിട്ടുന്നുണ്ട്. അതായത് ഒന്നും ആലോചിക്കണം. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു മലയാള സിനിമയിൽ അതായത് ഒരു തമിഴ്നാടിൻ്റെ റെഫറൻസ് വയ്ക്കുമ്പോഴത്തേക്കും ഇത്രയും റെസ്പോൺസ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഇതാണ്. ആ വിജയ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇവർ നല്ലതായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മൂന്നല്ല, ലാലേട്ടൻ്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ഉണ്ട്, പിന്നെ നമ്മുടെ ദിലീപിൻ്റെ ഇൻട്രൊഡക്ഷൻ, പിന്നെ വിജയുടെ കുറച്ച് റെഫറൻസിൻ്റെ കുറച്ച് പരിപാടി, മറ്റേ പുള്ളിക്കാരൻ്റെ വണ്ടി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇതൊഴിച്ച് ഈ പടത്തിൽ വേറെ ഒരു മാങ്ങാത്തൊലിയില്ല. അതായത് ക്രിഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും സ്പൂഫാണെന്ന് ചിലവർ പറഞ്ഞാൽ സ്പൂഫാണ്. പക്ഷേ നമുക്ക് സ്പൂഫ് പോലെയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മുടെ ഇത് എന്താ ഉദ്ദേശിച്ചത്, അതായത് ഇന്നത്തെ ഒരു മാഡ്നസ് പോലെയാണ് ഈ പടം എടുത്തു വെക്കാനായിട്ട് ഉദ്ദേശിച്ചത്. മാഡ്നസ് പോലെയാണ് നമ്മൾ ട്രെയിലർ കാണുമ്പോൾ ദിലീപിൻ്റെ ഒരു മാഡ്നസ് ആണ് കാണിക്കുന്നത്. അത് ഈ പടത്തിൽ എടുത്തു വെച്ചിട്ട്. പക്ഷേ ഇന്നത്തെ VFXും മറ്റേ അന്നത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, ഗ്രാഫിക്സിൻ്റെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് തന്നെ കാണുമ്പോൾ ചിരി വരും. അത് കാണുമ്പോൾ ഒരു ഭയങ്കര എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് വലിയ മാസ്മരികമായ ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നൊന്നുമല്ല. പക്ഷെ എന്നാലും നമുക്ക് കാണുമ്പോൾ ഭയങ്കരമായിട്ട് എന്തോന്നിടയിൽ കാണിച്ചു വെച്ചിരിക്കുന്നു തോന്നും. അമ്മാതിരി ഫീല്. അത് ചില ഇതിൽ എന്തുട്ടടെ കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് ചില സീൻസ് നമ്മൾ കാണുമ്പോഴത്തേക്കും എന്ത് മാങ്ങാത്തൊലിയൊക്കെ എഴുതി വെച്ചിരിക്കുന്നത്, എന്ത് മാങ്ങാത്തൊലിയൊക്കെ കാണിച്ചു വെച്ചിരിക്കുന്നത് നമുക്ക് തന്നെ ഒരു തോന്നലാണ്. അതായത് ഇന്നത്തെ ദിലീപേട്ടൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട്, അതായത് ഞാൻ പണ്ടത്തെ പരിപാടിയൊക്കെ നിർത്തി, അതായത് ചളിപ്പരിപാടിയൊക്കെ നിർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വേറെ സ്റ്റൈൽ രീതിയിലുള്ള പരിപാടി എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റാർട്ടിങ് ഇൻട്രൊഡക്ഷനൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ പടം തുടങ്ങി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും പഴയ പോലെ ആയി തുടങ്ങി. അതിനകത്ത് കോമഡി അങ്ങനെ ചളിക്കോമഡി ഒന്നുമില്ല, അങ്ങനത്തെ ചളിക്കോമഡി ഒന്നുമില്ല. പക്ഷേ ഇതിനകത്ത് ഭയങ്കര നമുക്ക് തന്നെ വെറുപ്പിക്കുന്ന ടൈപ്പായിട്ട് കുറേ ക്രിഞ്ച് സാധനങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത്. അത് ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ നൈസായിരുന്നു. ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞപ്പോഴത്തേക്ക് ലാലേട്ടനും പിന്നെ കുറേ നേരം വെറുപ്പിക്കാൻ തുടങ്ങി. ലാലേട്ടൻ അതായത് ഇതേപോലെ സ്പൂഫ് ടൈപ്പായിട്ട് എടുക്കാൻ നോക്കിയത്. പിന്നെ ലാലേട്ടൻ്റെയും ഇതും ശരിക്കും പറഞ്ഞാൽ ഇത് ദിലീപേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അതായത് ഇന്നത്തെ മമ്മൂക്കയെ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. മമ്മൂക്കയും ലാലേട്ടനും രണ്ടുപേർക്ക് ഓപ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ അതിനകത്ത് ചൂസ് ചെയ്തത്. മമ്മൂക്കയ്ക്കും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മമ്മൂക്കയും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ദിലീപേട്ടൻ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടായിരുന്നു. മമ്മൂക്ക ചെയ്യാഞ്ഞത് വളരെ നല്ലത്. പുള്ളിക്കാരൻ നൈസായിട്ട് കളങ്കാവൽ ചെയ്ത് ബുദ്ധിപരമായിട്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇത് തലയിലിരുന്നേനെ. ഇത് ഇന്നത്തെ കുറേ ഒരു ക്യാമിയോ ഉണ്ട്. അത് നിങ്ങൾ പടം കാണുമ്പോൾ മനസ്സിലാവും. വലിയ ഒരു എഫക്റ്റീവും ഇല്ല. നമുക്കിങ്ങനെ എന്താ പറയുക, ഈ ചത്ത പടം ഒരു മരിച്ച വീട്ടിൽ പോയി ഇരുന്ന് സിനിമ ആണെന്ന് പറയും. നമുക്ക് കുറേ നേരം ഫസ്റ്റ് ഹാഫ് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് കഴിഞ്ഞ് ഇൻ്റർവെൽ എങ്ങനെയെങ്കിലും ഒന്ന് ആയാൽ മതി എന്ന് ആദ്യ ചിന്ത. സെക്കൻഡ് ഹാഫ് എങ്ങനെയും നല്ല ആവണമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന സമയത്ത് സെക്കൻഡ് ഹാഫും എന്തൊക്കെയോ മാങ്ങാത്തൊലി കാണിച്ചു കൂടുന്നു. അതായത് നമ്മൾ ട്രെയിലറിൽ കണ്ട ഒരു ഫൈറ്റ് സീനുണ്ട്. അതായത് മറ്റേ കുറേ പോലീസുകാരൊക്കെ ഇടിക്കുന്നത് ഒരു ഫൈറ്റ് സീനുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ട ആ ഫൈറ്റ് സീനിൽ അവർക്ക് 100 പേരെ ഇടിക്കാം, ക്ലൈമാക്സിൽ 10 പേരെ ഇടിക്കാൻ പറ്റത്തില്ല. ആ ഒരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ഇൻ്റർവെൽ സമയത്ത് ഒരു 100 പോലീസുകാർ വരുമ്പോഴത്തേക്കും ആ 300 പോലീസുകാരും 2 പേരുണ്ട്. ആ 300 പോലീസുകാരെയും ഇവർ 2 പേരും കൂടി ചേർന്ന് ഇടിച്ചിടുന്ന ഒരു സീനുണ്ട്. ക്ലൈമാക്സ് എത്തുമ്പോൾ ഇത്രയും പോലീസുകാരെ ഇടിക്കാൻ പറ്റുന്നില്ല. ആ ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന്. എന്തായാലും നിങ്ങൾ പിന്നെ ഒരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങൾ പൊളിറ്റിക്കലി ഈ പടം കാണേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾക്ക് ഈ പടം കാണാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് പോയി പടം കണ്ടോളൂ. അതായത് ഇത് ദിലീപിൻ്റെ പടമാണ്, ഇത് ബോയ്ക്കോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിടത്ത് എൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ മൂവീസ് വേറെ, പേഴ്സണൽ ലൈഫ് വേറെ. അതായത് ഇന്നത്തെ ദിലീപ് ഇന്നസെൻ്റാന്ന് പറഞ്ഞത് നമ്മുടെ കോർട്ടാണ് പറഞ്ഞത്. നമ്മുടെ കോർട്ട് പറഞ്ഞിട്ടുണ്ട് ദിലീപ് ഇന്നസെൻ്റാണ്, ദിലീപിന് എഗെയിൻസ്റ്റ് തെളിവൊന്നുമില്ല. അതുകൊണ്ട് ഈ കേസിൽ ദിലീപ് നിരപരാധി എന്ന് പറഞ്ഞാൽ കോർട്ടാണ് നിലവിൽ വിട്ടിരിക്കുന്നത് ദിലീപിന്. അപ്പോൾ ഇപ്പോൾ നിലവിൽ ദിലീപ് ഇന്നസെൻ്റാണ്. അപ്പോൾ ദിലീപ് ഇപ്പോൾ ക്രിമിനലാണെന്ന് വല്ലതും പ്രൂവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മറ്റേ സിനിമ ബോയ്ക്കോട്ട് ചെയ്യുന്നതിൽ അർത്ഥമുണ്ട്. അല്ലാണ്ട് ചുമ്മാ ബോയ്ക്കോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ സിനിമ കാണാമെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കാണാം. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറഞ്ഞത്. അതായത് എനിക്ക് ഈ പടം പേഴ്സണലി വർക്കായില്ല. എനിക്ക് ഇന്നത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് നമ്മുടെ ഈ പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ എന്നുള്ളതായിരുന്നു. നമ്മുടെ
ദിലീപിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊള്ളായിരുന്നു, പിന്നെ വിജയുടെ കുറേ റെഫറൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് കൊള്ളായിരുന്നു. ലാലേട്ടൻ്റെ ഇൻട്രൊഡക്ഷനും പിന്നെ ചില സീൻസൊക്കെ കൊള്ളായിരുന്നു. പിന്നെ ഭയങ്കരമായിട്ട് പിന്നെ ബാക്കി മൊത്തം ക്ലീശയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് പറയാം, ഭയങ്കര ക്ലീശ എന്ന് വെച്ചാൽ ഭയങ്കര ക്ലീശ. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് തിയേറ്ററിൽ പോയി, ഞാൻ മൂവിയാണ്, ഞാൻ രാവിലെ ഒറ്റയ്ക്കാണ് പോയ സിനിമ. എൻ്റെ ഇപ്പുറത്തിരുന്ന പുള്ളിക്കാരൻ ഒറ്റയ്ക്കാണ് വന്നത്. അപ്പോൾ ചില സീൻസൊക്കെ കാണുമ്പോൾ ഞാനും എനിക്ക് ഈ പുള്ളിയെ പരിചയമൊന്നുമില്ല, ഈ പുള്ളിക്കാരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുന്നു, ആ അവസ്ഥയായി. അത് എല്ലാവരുടെയും ഇത് ഇൻട്രസ്റ്റ് അങ്ങ് മാറി. എല്ലാവരും കുറേ പേര് ഫോൺ ഉപയോഗിക്കുന്നു, ഫ്രണ്ടിലിരിക്കുന്നവരൊക്കെ ഫോൺ ഉപയോഗിക്കുന്നു, ചാറ്റ് ചെയ്യുന്നു, എല്ലാവർക്കും മടുത്തു. അതായത് എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതി എന്ന രീതിയിലായിരുന്നു ബാക്കി. അത് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ആട്ടോ ഞാൻ കണ്ടത്. അപ്പം നോർമലി ഫാൻസൊക്കെ ആയിരിക്കുമല്ലോ, ഇവരുടെ ഒരു ഇത് ബിഹേവിയറാണ് പറഞ്ഞത്. അതായത് ഇവർക്ക് തന്നെ മടുത്തു. നമുക്ക് കുറേ നേരം കണ്ടപ്പോൾ നമുക്ക് തന്നെ തലവേദന, എന്തുട്ടടെ കാണിച്ചു കൂട്ടുന്നത്, നമുക്ക് തന്നെ തലഭ്രാന്ത് പിടിക്കുന്നു. എന്തായാലും എനിക്ക് പേഴ്സണലി ഈ പടം ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഫാൻസ്, അത് നമ്മുടെ ലാലേട്ടൻ ഫാൻസിനൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ മൂവ്മെൻറ്റ്സ് ഉണ്ട്, അത് നമുക്ക് എൻജോയ് ചെയ്യാൻ. വിജയ് ഫാൻസിന് എൻജോയ് ചെയ്യാനുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ട്, വിജയുടെ കുറേ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അല്ലാണ്ട് ഈ പടത്തിൽ ഈ ലാലേട്ടൻ ഫാൻസിനും വിജയ് ഫാൻസിനും നമുക്ക് ഇവർക്ക് രണ്ടുപേർക്കും കുറച്ചൊക്കെ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങൾ പടത്തിലുണ്ട്. ഈ ലാലേട്ടനും കൂടി ഈ പടത്തിലില്ലായിരുന്നെങ്കിൽ ഈ പടം ഒന്നും തിയേറ്ററിൽ പോലും പോയി കാണേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഇതിപ്പോൾ നമുക്ക് കാണാനൊക്കെ പറ്റും, പക്ഷേ നമുക്ക് ഇത് ജസ്റ്റ് ഒരു ചുമ്മാ പോയിരുന്ന ഒരു 2.5 മണിക്കൂർ വെറുതെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ഒന്ന് ചുമ്മാ പോയി കാണാം. ഞാൻ പറയുകയാണെങ്കിൽ ഒരു ബിലോ ആവറേജ് മൂവി, അത്രേ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഭയങ്കര പൊട്ടപ്പടമെന്ന് പറയുന്നില്ല, എന്നാലും ഒരു ബിലോ ആവറേജ് ആ ഒരു ഇതിലേ ഞാൻ കൊടുക്കുന്നുള്ളൂ. എന്തായാലും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഇതേപോലെ അപ്ഡേറ്റ്സിന് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.